2 equal amounts of money deposited in 2 banks each at 15% per annum. അതായത് നമ്മൾ 2 ബാങ്കുകളുണ്ട്, 2 സ്ഥലത്ത് സെയിം എമൗണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100. ഇവിടെ ഒരു 10 lakh ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം എമൗണ്ടിനെയാണ് അപ്പുറത്തെ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15% per annum. ഓക്കെ, 3.5 years in the bank and fix 5 years in the either. അതായത് ഒരു ബാങ്കിൽ 3.5 years, മറ്റൊരു ബാങ്കിൽ 5 years. സോ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സെയിമാ, ഇൻവെസ്റ്റ് ചെയ്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിമാ, നമ്പർ ഓഫ് ഇയേഴ്സിനകത്ത് ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് മാറുമ്പോൾ ഫൈനലി എമൗണ്ടിനകത്തും ചെറിയൊരു വ്യത്യാസം വരും അല്ലേ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് എമൗണ്ട് ഫ്രോം ദ ബാങ്ക് ഈസ് ₹144. അപ്പം ഇവിടെ 3.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എമൗണ്ട് എടുത്തു, ഇവിടെ 5 വർഷം കഴിഞ്ഞപ്പോൾ എമൗണ്ട് എടുത്തു. രണ്ടും സെയിം ആയിരിക്കില്ല, കാരണം നമ്പർ ഓഫ് ഇയേഴ്സ് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് നമുക്ക് കിട്ടിയത് ₹144 എന്ന് പറയുന്നത്, 144 രൂപയുടെ വ്യത്യാസമുണ്ട്. ഫൈൻ ദ സം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ. സോ ഇവിടെ ഒന്നാമത്തെ കാര്യം ഏത് ഇൻട്രസ്റ്റ് ആണെന്ന് നമ്മളോട് സൂചിപ്പിച്ചിട്ടില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മളോട് സൂചിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബേസിക്കലായിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യാം അല്ലേ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് എടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് പിക്ചറൈസ് ചെയ്യുവാണ്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പല ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ ലോജിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ചറൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഞാൻ ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്തു, സെയിം എമൗണ്ട്. ഓക്കെ, സം ഓക്കെ ആണല്ലോ. ഇവിടെ അതൊരു 3 വർഷം കഴിഞ്ഞു, ഇവിടെ 15% per annum ആണ്. ഇവിടെ അതൊരു 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിയുമെന്ന് പറയുമ്പോൾ ഇവിടെ വരെ 3 year ഉണ്ടാവും, അവിടുന്ന് അങ്ങോട്ട് 3.5 years ആണ് അല്ലേ. ഓക്കെ, സോ നമുക്കിവിടെ 3.5 year, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വരെ 3.5 year ആയിരുന്നു, ടോട്ടൽ 5 year. അതായത് ഇവിടെ ഒരു 1.5 yearന്റെ വ്യത്യാസം കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്കൊരു 1.5 വർഷത്തെ വ്യത്യാസം കിട്ടും. ഓക്കെ, ഈ 1.5 വർഷത്തെ ഡിഫറൻസ് ആണ് 144 രൂപ എന്ന് പറയുന്നത്. അത് എവിടെ വന്ന വ്യത്യാസം? പ്രിൻസിപ്പലിനകത്ത് ഡിഫറൻസ് ഇല്ല, പ്രിൻസിപ്പൽ സെയിം ആണ് അല്ലെ. അപ്പൊ അത് ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുവാണ്, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് എടുത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒരു 600 rupees എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടി 2 വർഷത്തേക്ക്. അപ്പൊ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാ? 600 ഡിവൈഡഡ് ബൈ 2 അല്ലെ, 2 ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 600 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 300 rupees എന്ന് കിട്ടും അല്ലെ. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പൊ ഈ 144 രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലേ. എത്ര വർഷത്തെ ഇൻട്രസ്റ്റാ? 1.5 വർഷത്തെ ഇൻട്രസ്റ്റ് അല്ലെ, 1.5 year. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 144 ഡിവൈഡഡ് ബൈ 1.5 കൊടുക്കും. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ആൻസർ കിട്ടുക? നമുക്കൊന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 144 ഡിവൈഡഡ് ബൈ 1.5 ചെയ്ത് കഴിഞ്ഞാൽ 96 എന്ന് കിട്ടും. 96. ഈ 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 96 എന്ന് പറഞ്ഞാൽ 1 year ഇൻട്രസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പലിന്റെ മേലെ എനിക്ക് കിട്ടുന്ന ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്ന ഒരു ബേസിക് ലോജിക് ഉണ്ട്. ഒരു തുകയെ which means the sum, ഒരു തുകയെ അതിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 100% കിട്ടും. എങ്ങനെ? ഒരു എമൗണ്ടിനെ അതിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% കിട്ടും. നമ്മുടെ കേസിൽ 100% എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് പ്രിൻസിപ്പൽ. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു തുക എന്ന് പറയുന്നത് ആരാ? 96 rupees. ഓക്കെ ആണല്ലോ. ഈ 96 rupeesനെ അതിന്റെ പെർസെൻറ്റേജ് എത്രയാ? 96 rupees എന്ന് പറഞ്ഞാൽ 1 year ഇൻട്രസ്റ്റ് അല്ലേ. ഒരു വർഷത്തെ ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് എത്രയാ? 15%. ദാറ്റ് ഈസ് 15%. ഓക്കെ ആണല്ലോ. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 15% എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 640 എന്ന് കിട്ടും. ഇതാരാ? ഇതാണ് പ്രിൻസിപ്പൽ. സോ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തോ? ഇല്ല. ജസ്റ്റ് ഡാറ്റ ഒന്ന് പിക്ചറൈസ് ചെയ്ത് പെട്ടെന്ന് ചെയ്തു. ഓക്കെ, ഇക്വേഷന് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. പോയാൽ കിട്ടും, കിട്ടൂല എന്നല്ല, പക്ഷെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു സംഗതി, ഒരു തുകയെ അതിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100%. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ. ഓക്കെ, അത് കോൺസെപ്റ്റ് വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കുക. ചെയ്യുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു തുകയെ അതിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100% കിട്ടും. നമ്മുടെ കേസിൽ 100% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ. ഓക്കെ, സോ